ശ്രീജിത്ത്, ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? മാത്രമല്ല, ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വി സിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് വി സിയുടെ നടപടി ബാഹ്യസമ്മർദ്ദത്തിൽ, അതായത് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ നടപടി ബാഹ്യസമ്മർദ്ദത്തിൽ ആണ്, ചട്ടവിരുദ്ധമാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രജിസ്ട്രാറെ അവിടെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തണം അനിൽകുമാറിനെ എന്നൊരു കത്തുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതിയെ വകവയ്ക്കുന്നില്ല. മാത്രമല്ല, അവർ വിചാരിച്ചതുപോലെ CPM അവരുടെ ഹുങ്ക് കാണിക്കുകയാണ്. ഇനിയിപ്പം നാളെയും രജിസ്ട്രാർ ആ കസേരയിൽ തുടരാൻ തന്നെയാണ് പോകുന്നത്. അങ്ങനെയുള്ള മെസ്സേജുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രേയനിൽ, ഇത് ചട്ടവിരുദ്ധമാണോ എന്നുള്ളത് രണ്ട് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന്, ഇപ്പോൾ VC എടുത്തിരിക്കുന്ന നടപടി, രജിസ്ട്രാർക്കെതിരെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി, അങ്ങനെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ് കോടതി പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, എന്ത് കാരണത്താലാണ് ആ ചടങ്ങിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കെ തന്നെ അതിന് അനുമതി നിഷേധിക്കുന്ന രീതിയിലത്തേക്ക് രാജ്ഭവനെ വൈകിയാണെങ്കിലും അറിയിക്കാനായിട്ടുള്ള ഒരു തീരുമാനം രജിസ്ട്രാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് കോടതി പരിശോധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ ഒരു തീരുമാനം രജിസ്ട്രാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട്, സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ എടുത്തതിന് ശേഷം അദ്ദേഹം ആ തീരുമാനം സെനറ്റിനെയും സിൻഡിക്കേറ്റിനെയും ഒക്കെ അറിയിച്ചാൽ പോരെ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ ശ്രീ മോഹൻ കുന്നുമ്മലുമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കണ്ടു. എനിക്ക് തോന്നുന്ന മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അധികാരം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഉള്ളതാണ്. സെനറ്റും സിൻഡിക്കേറ്റും യോഗം കൂടുന്ന സമയത്തുള്ള അധികാരവും VCയുടേത് അല്ലാതെ എല്ലാ സമയത്തുമുള്ള അധികാരമാണ്. അദ്ദേഹം തീരുമാനമെടുക്കുന്നതിനെ സെനറ്റിനെയും സിൻഡിക്കേറ്റിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്ന് അദ്ദേഹം ചട്ടപ്രകാരം പറയുകയും നിയമവിരുദ്ധമായിട്ടൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുകയാണ്. രണ്ട്, രജിസ്ട്രാറുടെ തീരുമാനം അതെപ്പോഴാണ് തെറ്റായി മാറുക? മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രഭാഷണം, അങ്ങനെയുള്ള ഒരു ചടങ്ങ്, അതിനു വേണ്ടിയിട്ട് ഈ ഹാള് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നത് മാത്രമാണ് അതിലുള്ള ഒബ്ജക്ഷനുള്ള ഒരേ ഒരു കാരണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മതപരമായിട്ടുള്ള ഒരു ചിഹ്നം അവിടെ ഉപയോഗിച്ചുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണോ ഈ ചടങ്ങിനെ ഉപയോഗിച്ചത് എന്നുള്ളത് മാത്രമാണ് അവിടെ പരിഗണനാ വിഷയം. നമ്മൾ ആലോചിച്ച് നോക്കുക, അത് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഗവർണർ കൂടിയായിട്ടുള്ള ചാൻസലറാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ഇത് മതപരമായിട്ടുള്ള കാര്യമാണോ അല്ലയോ എന്നതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടുന്നത് രജിസ്ട്രാർ ആണ് എങ്കിൽ അതിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ മതപരമായിട്ടുള്ള ഒരു ചിഹ്നം, എന്ത് മതപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് അവിടെ ഉപയോഗിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. അപ്പൊ ഇതിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമില്ല. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം, ഈ ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ നമ്മളൊരു മതപരമായിട്ടുള്ള ആംഗിൾ പറയുന്ന സമയത്ത് ആൾക്കാർ നമ്മളോട് പറയും, അതൊരു മതമല്ല, അതൊരു സംസ്കാരമാണെന്ന് പറയും. സാംസ്കാരികമായിട്ടുള്ള ചിഹ്നങ്ങളെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാർ എതിർക്കാനായിട്ട് പറയും, അത് സംസ്കാരമല്ല, അതൊരു മതമാണ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇന്റർചേഞ്ചബിൾ ചെയ്ത ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ അതിലേക്ക് മതത്തിനെ കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ, കാവി പതാക ധരിക്കുന്നു എന്നതുകൊണ്ട് അതൊരു മതചിഹ്നമായി മാറുന്നുണ്ടോ? അങ്ങനെ ആകുന്നില്ല. കാവി പതാക എന്ന് പറയുന്നത് ആ ചിഹ്നം പരമ്പരാഗതമായിട്ട് തന്നെ ഹൈന്ദവ സംസ്കാരത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അതല്ലാതെ അത് RSSനെ പ്രതിനിധീകരിക്കുന്നതല്ല, ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയെ പ്രതിനിധീകരിക്കുന്നതല്ല. RSS ഉണ്ടാകുന്നതിനും എത്രയോ കാലം മുമ്പ് തന്നെ ഭാരതമാത എന്ന ചിഹ്നം ഇവിടെയുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെല്ലാം തന്നെ ഈ കാവി നിറം ഉപയോഗിച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, അഭിനീന്ദ്രനാഥ് ചാറ്റർജി വരച്ചിരിക്കുന്ന ചിത്രം ഇങ്ങനെയല്ലല്ലോ എന്ന്. അതിലുള്ള ഭാരതാംബ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം തന്നെ സാഫ്രനാണ്, കാവിയാണ്. അപ്പോൾ ഹൈന്ദവ പ്രതീകം എന്ന രീതിയിലാണ് അതിനെ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. ഇപ്പോ മന്ത്രി ശ്രീ V ശിവൻകുട്ടി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഏതൊരാളിനും, അദ്ദേഹം തന്നെ ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഏതൊരാളിനും ഭാരതാംബയുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണഘടനയാണ് നമ്മൾ വെക്കേണ്ടത്, അതിനെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ലളിതമായിട്ട് അദ്ദേഹത്തിനോട്, അദ്ദേഹം ഈ ചർച്ചയിലില്ല, വേണമെങ്കിൽ റെജി ലൂക്കോസിന് അതിന് മറുപടി പറയാനായിട്ട് ശ്രമിക്കാം. എനിക്കുള്ള ഒരു ലളിതമായിട്ടുള്ള ചോദ്യം, ഭരണഘടന നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ അസൽ കോപ്പി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിലെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പടമാണ്. അയോധ്യയിലേക്ക് അവരെ തിരിച്ചു വരുന്ന ചിത്രമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച നടക്കുകയാണ്.
അങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ച നടത്തുന്ന സമയത്ത് ഭരണഘടനയിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ശ്രീരാമന്റെ ചിത്രമാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത് എങ്കിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് എതിരഭിപ്രായം ഇല്ലേ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഡോക്ടർ BR അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും എല്ലാം ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അപ്രൂവ് ചെയ്തിരിക്കുന്ന അവരുടെ ഒപ്പിട്ടിരിക്കുന്ന ആദ്യത്തെ പ്രതിയാണ്. ആ പ്രതിയിൽ വരച്ചു ചേർത്തിരിക്കുന്ന ശ്രീരാമന്റെ ചിത്രമാണ്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരവധിയായിട്ടുള്ള പല അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളെയും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ യോജിച്ച് നടപ്പാക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയുടെ സമയത്ത് പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റിനെ പറ്റി പറയുന്ന സ്ഥലത്ത് വിഷ്ണുവിന്റെ അവതാരങ്ങളാണ് ചിഹ്നങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ വിഷ്ണുവിന്റെ ചിഹ്നങ്ങൾ അവതാര ചിഹ്നങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് മന്ത്രി ശിവൻകുട്ടിക്കും P പ്രസാദിനും എല്ലാവർക്കും സ്വീകാര്യമാകുമോ? ഇനി ഷെഡ്യൂളുകളെ പറ്റി പറയുന്നുണ്ട്. ആ ഭാഗത്ത് ശിവന്റെ ചിത്രം, നടരാജ ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനിയും ഷെഡ്യൂളുകളെ, ഭരണഘടനയിലുള്ള വിവിധ ഷെഡ്യൂളുകളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച സംസ്ഥാന സർക്കാർ നടത്തുന്ന സമയത്ത് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അടക്കം പങ്കെടുക്കുന്നു. ആ സമയത്ത് അവിടെ വലിയൊരു നടരാജ വിഗ്രഹമാണ് അവിടെ വെക്കുന്നത് എങ്കിൽ അതിനെ ഒരു ഹിന്ദു ചിഹ്നമായിട്ട് നിങ്ങൾ കാണുമോ, അതോ ഭരണഘടനയിൽ ഉള്ളതായതുകൊണ്ട് അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ, അതോ നിങ്ങൾ ഇതിനെ കാവ്യവൽക്കരണം എന്ന രീതിയിലേക്ക് എതിർക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, ഇതൊരു ഇഷ്യൂ അല്ലാത്ത ഒരു കാര്യത്തിനെ അനാവശ്യമായിട്ട് പെരുപ്പിച്ച് കാണിക്കാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാരതമാതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള 2 ഹൈക്കോടതി വിധികളുണ്ട്. അതിലൊന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, മദ്രാസ് ഹൈക്കോടതിയാണ്. മദ്രാസ് ഹൈക്കോടതി പറയുന്നത് തലയ്ക്ക് ബോധമുള്ള ഏതെങ്കിലും ഒരാൾ, നോ പേഴ്സൺ ഇൻ ഹിസ് റൈറ്റ് സെൻസസ്, തലയ്ക്ക് വിവരമുള്ള ഒരാളും ഒരാളിന്റെ ദേശസ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഭാരതാംബയെ ഉപയോഗിക്കുന്ന സമയത്ത് അത് സംസ്ഥാനത്തിന്റെ, സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറയില്ല എന്നാണ്. തലയ്ക്ക് വിവരമുള്ള ഒരാളും അത് പറയില്ല എന്ന് വെച്ചാൽ തലയ്ക്ക് വിവരമുള്ള ആൾക്കാർക്ക് ഒരാളിന്റെ പാട്രിയോട്ടിസത്തിന്റെ ഒരു അടയാളം എന്ന നിലയ്ക്ക് മാത്രമേ ഭാരതാംബയെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. അതേപോലെ തന്നെ കർണാടകയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം ആൾക്കാർ വിളിച്ചിരുന്ന സമയത്ത് അത് സമൂഹത്തിൽ വലിയൊരു ഡിസ്കോർഡ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഹൈക്കോടതി അതിൽ തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് കർണാടകയിൽ ഹൈക്കോടതി പറഞ്ഞത് ഇറ്റ് ക്രിയേറ്റ്സ് ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്നാണ്. ആൾക്കാർ തമ്മിൽ ഒരു സഹവർത്തിത്വം അതാണ് ഉണ്ടാക്കുക, അതല്ലാതെ ഭിന്നതയല്ല, ഭിന്നിപ്പല്ല ഭാരത മാതാ കി ജയ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ ഭാരത മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറൽ സിമ്പലാണ്. ആ കൾച്ചറൽ സിമ്പലിനെ ആൾക്കാർ പല രീതിയിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വെറുതെ മുട്ടി ന്യായങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പ്രതിനിധീകരിക്കുന്ന ഭൂപടം ഭാരതത്തിൻ്റെതല്ല, അതിലുള്ള പതാക ഭാരതത്തിൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ന്യായങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതെല്ലാം തന്നെ നമ്മൾ ഈ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്നതിനെ കുറിച്ചോ, അത് ഒരു ഹിന്ദുയിസത്തിന്റെ പ്രതീകാത്മകമായിട്ട് അത് എവിടെയൊക്കെ വ്യാപിച്ചിരുന്നു എന്നതിനെ പറ്റി കാണിക്കുന്നതാണ് എന്നതിനെ കുറിച്ചോ അറിയാതെയല്ല ഈ പറയുന്നത്. ഇനി മറ്റ് പല രാജ്യങ്ങളുടെയും ഭൂപ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മാപ്പിൽ ഇന്ത്യയുടെ പതാകയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ സോവറിനിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. മറിച്ച് സാംസ്കാരികമായിട്ട് ഇതെല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല നിറം എന്ന് പറയുന്നത് ഈ സംസ്കാരത്തിന്റെ നിറം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് പല വാദങ്ങളെ ഉന്നയിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള പല പ്രതീകങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഗവർണർ ഇത് ചെയ്തിരിക്കുന്നത് എന്താണ്? ഗവർണറുടെ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നു. ചിത്രം വെച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും എണീറ്റ് ഇത് സല്യൂട്ട് ചെയ്യണമെന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം അതിനെ ഉപചാരപൂർവ്വം അദ്ദേഹം അവിടെ അതിനു മുന്നിൽ വിളക്ക് കൊളുത്തുന്നു, അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തുന്നു. ഭാരത മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ കൂടി പ്രതിനിധീകരിക്കുന്ന, നമ്മുടെ സംസ്കാരത്തിനെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു ബിംബത്തിനെ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുകയാണ്. അവിടെ ഏതെങ്കിലും ഒരു മതത്തിനെ അദ്ദേഹം നിന്ദിക്കുന്നില്ല, ഏതെങ്കിലും ഒരു മതം മോശമാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. പണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭാരതം എന്നുള്ള പേര് നമ്മുടെ രാജ്യത്തിന് സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ സെൻട്രൽ പ്രോവിൻസസിൽ നിന്നുള്ള സേഠ് ഗോവിന്ദദാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയിരിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്ന ഒരു മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്നാണ്. അപ്പൊ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമാണ് അതിലുള്ള ഭാരത് എന്ന് പറയുന്ന പേരിനെ നമ്മുടെ രാജ്യത്തിന്റെ, ഇന്ത്യ എന്നതിന്റെ തത്തുല്യമായിട്ടുള്ള ഒരു പേരായിട്ട് നമ്മൾ ഇപ്പോൾ സ്വീകരിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ ശിവൻകുട്ടി പറഞ്ഞിട്ട് ഭാരതാംബയുള്ള ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലായിരുന്നു. അപ്പൊ ഭാരതാംബയുള്ള ഒരു ചടങ്ങിൽ നിന്നാണ്, അല്ലാതെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്നിടത്ത് നിന്ന് ഭാരതാംബയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പങ്കെടുക്കില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇനി അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ ഈ പറയുന്നത് നമ്മൾ ഈ മതചിഹ്നങ്ങളെ ഒന്നും തന്നെ ഉപയോഗിക്കില്ല, മതപരമായിട്ടുള്ള പ്രാർത്ഥനകളൊന്നും തന്നെ പാടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളൊരു റിലീജിയസ്ലി അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ് എന്ന രീതിയിലത്തേക്കാണോ മന്ത്രി ശ്രീ ശിവൻകുട്ടി ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നത് എനിക്കറിയില്ല.
ഇപ്പോ ഭരണഘടന വെക്കണം, ഭരണഘടനയെ മാത്രമേ നമ്മൾ ബഹുമാനിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഇല്ലല്ലോ, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമല്ലല്ലോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ മന്ത്രി പാടുന്നത് നമ്മുടെ ജനഗണമന തന്നെയല്ലേ? അതിൽ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്ന് പറയുമ്പോൾ ഈ സിന്ധ് എന്ന് പറയുന്നിടത്ത് വിഴുങ്ങുമോ? സിന്ധ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഭാഗത്തില്ലല്ലോ, അത് പാകിസ്ഥാനിലാണല്ലോ. അപ്പൊ സിന്ധ് എന്നുള്ളത് വിട്ട് ബാക്കിയാണോ മന്ത്രി പാടാറുള്ളത്? എനിക്കറിയില്ല. അതേപോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള എംബ്ലം ഉണ്ട്. ആ എംബ്ലത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു ശംഖുണ്ട്. ആ ശംഖ് എവിടെ നിന്നാണ്? അത് ശിവൻകുട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നതല്ല, തിരുവിതാംകൂറിന്റെ മുദ്രണമാണ്. അപ്പൊ തിരുവിതാംകൂർ ഇന്നുണ്ടോ? ഇല്ലല്ലോ. രാജഭരണം, ഒരു ഹിന്ദു രാജാവ് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് ഇന്നില്ല. പക്ഷെ അതിന്റെ ചിഹ്നം നമ്മളിപ്പോഴും സ്വീകരിച്ച് അവിടെ വെച്ചിരിക്കുക. ഇതിൽ തന്നെ നമ്മുടെ ലോഗോയിൽ തന്നെ ഇപ്പൊ പരിഷ്കരിച്ചതിന് ശേഷം സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സത്യമേവ ജയതേ എവിടെ നിന്ന് വരുന്നത്? മുണ്ടകോപനിഷത്താണ്. മുണ്ടകോപനിഷത്ത് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? യാതൊരു വിധത്തിലുള്ള മതവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു കൃതിയാണോ? അല്ല. അപ്പൊ ഇതിനെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എന്താണ്, നമ്മുടെ ഈ ഹൈന്ദവ ചിന്തയുടെ, ആ തത്വചിന്തയുടെ ഒക്കെ ഭാഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ തുടർന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് നമ്മളിപ്പോ ഈ ദൈവത്തിനെ സ്തുതിക്കുന്ന തരത്തിലുള്ള കീർത്തനങ്ങളൊന്നും തന്നെ നമ്മൾ പാടാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംവിധാനം ഇനി വേണ്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്രി സ്കൂളുകളിൽ നിന്ന് ഈ ജനഗണമന നിരോധിക്കുമോ? നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയിൽ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഭാരതം വിജയിക്കട്ടെ എന്നല്ല അതിൽ പറയുന്നത്, ഭാരത ഭാഗ്യ വിധാതാവ് വിജയിക്കട്ടെ എന്നാണ്. ആരാ ഭാരത ഭാഗ്യ വിധാതാവ്? ഭാരതത്തിന് ഭാഗ്യം നൽകുന്ന വിധാതാവാണ്, ഡിസ്പെൻസർ ഓഫ് ഇന്ത്യസ് ഡെസ്റ്റിനി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ 1937 39 ആണ് ഒരു കത്ത് അയക്കുന്ന സമയത്ത് ടാഗോർ തന്നെ പറഞ്ഞു, ഞാനതിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനെ കുറിച്ചാണ്, ദൈവത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിന്റെ ഭാഗ്യം നിർണ്ണയിക്കുന്ന ദൈവത്തിനെ, ആ ദൈവത്തിനാണ് നമ്മൾ ജയ് ഹോ അല്ലെങ്കിൽ ജയ ഹേ എന്ന് നമ്മൾ പറയുന്നത്, അല്ലാതെ ഭാരതത്തിനല്ല ജയ് ഹേ പറയുന്നത്. ഈ ഭാരതത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതിലെ വിവിധ സ്ഥലങ്ങളായിക്കോട്ടെ, ഇതിലെ വെള്ളച്ചാട്ടങ്ങളായിക്കോട്ടെ, ഇതിലെ പ്രകൃതി ആയിക്കോട്ടെ, ഇവിടുത്തെ ഭൂമി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഭാരതത്തിന്റെ ഭാഗ്യത്തിന്റെ വിധാതാവിനെ പ്രകീർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി പറയുന്ന കാര്യം അനുസരിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ബാൻ ചെയ്യേണ്ടത് എന്തിനാണ്? ആദ്യം ബാൻ ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെയാണെങ്കിൽ ജനഗണമന എന്ന് പറയുന്നത് സ്കൂളിൽ പാടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വിവരമില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മുടെ കൾച്ചർ എന്താണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാതെ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാതെ അതിനെയൊക്കെ എതിർക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ശ്രീ അനിൽ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ പോലീസിനെ വിട്ടിട്ട് പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിൽ ഈ കാവി കൊടി പാടില്ല, കാവി തോരണങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കുന്നറിയോ? ഇവർ ഈ RSSന് ഇത് പൂർണ്ണമായിട്ടൊക്കെ കാവി നിറത്തിലേക്ക് എഴുതി കൊടുത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലുള്ള സാഫ്രൺ എന്ത് ചെയ്യും? അതിപ്പോ ഏറ്റവും മുകളിലാണല്ലോ, അത് താഴെയും അല്ലല്ലോ, അപ്പൊ ഏറ്റവും മുകളിലാണല്ലോ. അപ്പൊ നമ്മളൊരു ഓർഡർ നോക്കിക്കഴിഞ്ഞാലും ആദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ അതല്ലേ? അപ്പൊ അതെല്ലാം തന്നെ RSSന്റേതാണ് എന്ന് നമ്മൾ പറയുമോ? അത് ആരുടേതാണ്? ആ കാവി നിറം ആരുടേതാണ്? ആ കാവി നിറം ആരുടേതാണോ അത് എന്തിനെയാണോ പ്രതിനിധീകരിക്കുന്നത്? റെജിയുടെ കൂട്ടത്തിലുള്ളവർ കാവിയെടുത്ത് കുരിശുമല ചവിട്ടുന്നുണ്ട്. നോക്കൂ, ഇത് കുറച്ച് കാലം മുമ്പ്, എനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പാണ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതായത് ഈ നെറ്റിയിൽ കുറിയിടുകയും കാവി മുണ്ടുടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ RSS ആണ്, ആരും ദൈവത്തെ ഓർത്ത് വ്യാഖ്യാനിക്കണ്ട, നിങ്ങൾ അതിന്റെ അട്ടിപ്പേർ അവകാശം അവർക്ക് കൊടുക്കണ്ട. ഹിന്ദുയിസത്തിന്റെ ഭാഗമാണ്, ഹിന്ദുക്കളാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തിൽ എല്ലാ ജാതി മത വിഭാഗത്തിലുള്ള ആൾക്കാരും എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലുള്ള ആൾക്കാരും അത് ചെയ്യുന്നുണ്ടാവും. ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കോമൺ ത്രെഡാണ്, അതാണ് കറക്റ്റ്. ഇന്നത്തെ കാലത്ത് എന്താ വന്നിരിക്കുന്നത്? കയ്യിൽ ആരെങ്കിലും ഒരു രാഖി കിട്ടുന്നു എന്ന് കരുതിക്കോ, അവൻ സംഖ്യയാകാണ് അല്ലേ? അതേസമയം ഈ രക്ഷാബന്ധൻ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഹിന്ദു ആഘോഷമാണ്. എല്ലാ രക്ഷാബന്ധനും നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സഹോദരിക്ക് വിഷ് ചെയ്തുകൊണ്ട് പരസ്യമായിട്ട് തന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ചിത്രം പോസ്റ്റ് ചെയ്യാറുണ്ട്. അവിടെയുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇത് കെട്ടിക്കൊണ്ട് നടക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് കെട്ടുന്ന ആൾക്കാർ മുഴുവനും സംഖ്യയാണ്. അപ്പൊ ഇതിനെ ഓരോ ഉത്സവത്തിനെ ആയിക്കോട്ടെ, ആഘോഷത്തിനെ ആയിക്കോട്ടെ, എല്ലാം ഈ ഹിന്ദുയിസം എന്നതിനെ മാറ്റിയിട്ട് അതിനെ പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ കൂടി ഭാഗമായിട്ട് കൊണ്ട് കൂട്ടിക്കെട്ടി ഇത് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും എന്തോ ഒരു തെറ്റായിട്ടുള്ള സംസ്കാരത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിനെ നമ്മൾ തോൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പൂർണ്ണമായും ഗവർണർ ചെയ്യുന്നതാണ് ശരി. കാരണം അദ്ദേഹം ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെയോ നമ്മുടെ രാജ്യത്തിനെയോ നിന്ദിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും ഇടതുപക്ഷത്തിനൊപ്പമാണ്.
പൂർണ്ണമായും അദ്ദേഹത്തിനെ എതിർക്കുന്ന ആൾക്കാർക്കൊപ്പമാണ്. പക്ഷേ ഇത് അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇറ്റ് ക്രിയേറ്റ്സ് ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് പൂജിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടെന്നേ. ഇപ്പൊ നമുക്ക് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് അവർക്ക് അത് പാടുന്ന സമയത്ത് ഒപ്പം പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് 1980-കളിൽ ഒരു വിഖ്യാതമായിട്ടുള്ള ഒരു കേസ് ഉണ്ടല്ലോ, യഹോവ സാക്ഷികളുമായി ബന്ധപ്പെട്ട്. ആ കേസിൽ കോടതി പറഞ്ഞത് നിങ്ങൾക്ക് വയ്യെങ്കിൽ ചെയ്യേണ്ടെന്നേ, റെസ്പെക്ട്ഫുള്ളി എണീറ്റ് നിന്നാൽ മതി, അത് ഡിസ്റെസ്പെക്ട് അല്ല. നിങ്ങൾ പാടണമെന്നില്ല, നിങ്ങളുടെ വിശ്വാസം അത് അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാടണ്ട, കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് പൂജിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂജിക്കേണ്ട. നിങ്ങൾക്ക് ആ സമയത്ത് വിളക്ക് കൊളുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് ഈ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഇത് പാടില്ല, സർക്കാരിന്റെ ചടങ്ങുകളിൽ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ മതപരമായ ചിഹ്നങ്ങളൊക്കെ ആരാ തീരുമാനിക്കുന്നത്? മന്ത്രി ശിവൻകുട്ടി പങ്കെടുക്കുന്ന എത്രയോ ചടങ്ങുകളിൽ അദ്ദേഹം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഏത് ഭരണഘടനയല്ല പറഞ്ഞിരിക്കുന്നത് മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ, സർക്കാർ ചടങ്ങുകളിൽ വിളക്ക് കൊളുത്തണമെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? അത് ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലെ? ഈ പുഷ്പാർച്ചന എന്ന് പറയുന്നത് ഈ സംസ്കാരത്തിന്റെ ഭാഗം, അല്ലാതെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല, വിളക്കുണ്ടെങ്കിൽ 5 തിരിയിടണോ 7 തിരിയിടണോ ഒന്നും ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നതല്ല. അത് നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിനെ നമ്മൾ ബഹുമാനിക്കുന്ന, അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ള നിരവധി നമ്മുടെ പൂർവികരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആശയും ആവേശവും പർപ്പസും ഒക്കെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഒരു ബിംബമാണ് ഭാരതമാതാവ്. ആ ഭാരതാംബയെ ബഹുമാനിക്കുക, വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു മതചിഹ്നമായി മാത്രം കണ്ടുകൊണ്ട് അതിനെ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവന നടത്തുന്ന ആൾക്കാർ അവരുടെ പൂർവികർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളെ, അവർ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സേഠ് ഗോവിന്ദദാസ് ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിരിക്കുന്ന എത്രയോ ആൾക്കാർ, ആ ആൾക്കാരെ എല്ലാവരെയും തന്നെ ഒരൊറ്റ വാക്കിൽ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിനെ റദ്ദ് ചെയ്തുകൊണ്ട് നമ്മളില്ല എന്നുള്ളൊരു കാര്യം ഇവർ മനസ്സിലാക്കണം. അവരുടെ കണ്ണ് തുറപ്പിക്കട്ടെ ഈ കോടതിയുടെ വിധി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ അനിൽകുമാർ തന്നെ ചെങ്ങന്നൂർ എരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിൽ പ്രിൻസിപ്പാളായിരിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ചീഫ് എഡിറ്റർ, പബ്ലിഷറും മാഗസിനിൽ. അതിൽ ഈ ഭാരത അംബയുടെ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന് മുന്നിൽ വെച്ച വിളക്ക് അദ്ദേഹം കത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഭാരതാംബയോട് സ്നേഹമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ഭാരതാംബ അതൊരു മതചിഹ്നമായി കാണുന്നുണ്ടെങ്കിൽ അത് CPM-ന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ റിജിയെ ഓർമ്മിപ്പിക്കുക. അങ്ങനെ പറയല്ലേ. വൈസ് ചാൻസലർ മാത്രമേ ഉള്ളൂ ഗവർണറുടെ ചട്ടുകം. രജിസ്ട്രാർ ഒന്നും CPM-ന്റെ ചട്ടുകം ഒന്നുമായിട്ട് പ്രവർത്തിക്കത്തില്ല. അത് മാത്രമല്ല ശ്രീജിത്ത്, ഞാൻ ഭയക്കുകയാണ്. കാരണം ശ്രീജിത്ത് ഷെയർ ചെയ്ത തോട്ടുണ്ടല്ലോ, ഈ ആ തോട്ട് അത് വി ശിവൻകുട്ടിയുടെ ചെവിയിലെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനി നാളെ തൊട്ട് ജനഗണമന പാടണ്ട എന്നൊരുപക്ഷെ ഒരു സർക്കുലർ ഇറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഓ